നോക്കട്ടെ ഒരു കളി. സത്യം പറ, അച്ഛനെവിടെ? അറിയില്ല. കള്ളം പറയരുത്. അച്ഛനെവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ കള്ളം വായിക്കും. സത്യം പറ, അച്ഛനെവിടെ? അച്ഛനെവിടെ? സത്യം പറ. അടിച്ചിന്റെ കാരണം പറ്റിക്ക് മനസ്സിലായി. മിഠായിയോടെ അയ്യോ, എന്താ സാറേ? നിനക്കൊന്നും അറിയില്ലല്ലേ? പനിക്കയുടെ കബഡി സഞ്ചി വാരി അവൻ ഓടിയത്. അവൻ എന്റെ കൈയിൽ കിട്ടിയ പിഴിഞ്ഞ് ഞാൻ ചാറ് കുടിക്കും. അകത്തൊളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് വിളിക്ക. ഈ കുട്ടികളാണ് സത്യം, ഇവിടെ ഇല്ല സാറേ. അവന്റെ അല്ലേ കുട്ടികള്. മോള് കരയണ്ട, സാർ ഒന്നും ചെയ്യില്ല. അച്ഛനെവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ചെയ്യും. പനിക്കർക്ക് തലമുറകളായി കൈമാറി കിട്ടിയ കബഡിയാ. കബഡിയില്ലാതെ അയാളുടെ പ്രവചനം തെറ്റിയിരിക്കുക. എന്റെ പ്രമോഷന്റെ കാര്യം പ്രവചിക്കാമെന്ന് ഏറ്റിരുന്നതാ. അതിനിടയിലല്ലേ അയ്യോ അവന്റെ കബഡി വാരി ഓട്ടം. സത്യമായിട്ട് എനിക്ക് അറിയില്ല സാർ. പൊക്കിളിയിട്ട് 14 ഇഞ്ചക്ഷൻ എടുത്തൊരു സബ് ഇൻസ്പെക്ടറാണ് ഞാൻ. എന്നെ വെറുതെ പേ പിടിപ്പിക്കരുത്. ഞാനിപ്പോ പോകുന്നു. പനിക്കർ തല്ലിയേനും സ്ട്രീറ്റ് ലൈറ്റ് പൊട്ടിച്ചേനും പരാതി വേറെ കിട്ടിയിട്ടുണ്ട്. അവൻ ഇവിടെ എത്തിയാലുടെ സ്റ്റേഷനിൽ ഹാജരാവാൻ പറയണം. ഇല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധത്തിന് കേസെടുത്ത് ഞാൻ അകത്ത് തള്ളും. പ്രകൃതി വിരുദ്ധം അല്ല സാർ, സാമൂഹ്യ വിരുദ്ധം. രണ്ടും ഒന്ന് തന്നെ. നല്ല തുടുത്ത തേങ്ങ. ഈ കള്ളൻ ഭാസ്കരനൊന്നും ഇതുവഴി വരാറില്ലല്ലേ? എന്താ സാറേ ഈ ഓന്തിന് മൂക്കിപ്പൊടി കൊടുത്ത പോലെ എന്റെ മുറ്റത്തൊരു തെരച്ചില്? ആ സമയത്ത് ഏതാ ഇവിടെ ഒരു വണ്ടി ചുറ്റിക്കിറങ്ങുന്ന പോയത്? എന്റെ സാറേ, ഞാനൊരു പൊതുപ്രവർത്തകനാ, അതും ഭരിക്കുന്ന പാർട്ടിയുടെ ആളാ. എന്നെ കാണാൻ ചിലപ്പോ മുഖ്യമന്ത്രി വരെ വന്നിരിക്കും. സാറ് പുതിയ ആളായതുകൊണ്ടാ. കുറെ പട്ടാളക്കാർ ഇവിടെ കുറ്റിം പറിച്ച് വന്നെന്ന് വെച്ച് മനുഷ്യനെ തൂറാൻ വരെ വിടില്ലെന്ന് വെച്ചാ. മോനെ പൊതുപ്രവർത്തക, നാട്ടുകാർ നിനക്ക് ഓമനിച്ചെന്ന ഈ നേതാവ് പട്ടുണ്ടല്ലോ, അത് ഞാനങ്ങ് മാറ്റും. മുളവണം ചിലക്കുന്ന ഈ നാവുണ്ടല്ലോ, അതിന് നീളം കുറയ്ക്കുകയും ചെയ്യും. കാണോ നിനക്ക്? എന്താ എന്താ സാറേ പ്രശ്നം? അറിഞ്ഞാ നിങ്ങൾ തീർക്കോ? എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, നിങ്ങളുടെ എല്ലാം സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ പോസ്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സംശയമുള്ളിടത്ത് കയറും, പരിശോധിക്കും. എല്ലാവരും സഹകരിക്കണം. സഹകരിച്ചേ പറ്റൂ. അത് ഞങ്ങളുടെ കാലത്തും അങ്ങനെ തന്നെയാ. സംശയം തോന്നിയാൽ ഞങ്ങൾ എവിടെയും കയറും. അയ്യോ, ഇതിനകത്ത് ആളുണ്ടായിരുന്നു. അയ്യോ, മുഖം കാണാനില്ല. ഓഹോ, ഒരു കാര്യം ചെയ്യ്, മുട്ടിന് താഴെ വെടിവെക്ക്. അയ്യോ, വെടിവെക്കല്ലേ, ഞാൻ പൊക്കിത്തരാം. ഞാൻ കള്ളം ഭാസ്കരനാണ്. നിങ്ങൾ എല്ലാവരും വന്നിട്ടൊരു തീരുമാനമാകാമെന്ന് വെച്ചാ വിളിപ്പിച്ചത്. ഇവൻ ഇന്നലെ ഇവിടെ മോട്ടിക്കാൻ കഴിയും. ഞങ്ങളുടെ ഒരു രീതി വെച്ച് ഇങ്ങനെ ഒരുത്തൻ ജീവനോടെ മടങ്ങാറില്ല. പിന്നെ ഇത് നിങ്ങളുടെ നാട്ടുകാരൻ, നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. വർത്താനം പറഞ്ഞോണ്ട് നിൽക്കാതെ കെട്ടഴിച്ച് ഇവിടെ പ്രസിഡന്റ്. നീ പണിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ടിപ്പോ പഞ്ചായത്തിന് മാനം കെടുത്താനായിട്ട്. ഞാൻ നിർത്തിയതാ. പട്ടാളത്തിന് പോലീസിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ ക്യാമ്പിന്ന് വിലപിടിപ്പുള്ള എന്തെങ്കിലും കട്ടോണ്ട് വരാൻ ഗബ്ബാർ സാറും പിലാക്കണ്ടിയും കൂടെ പറഞ്ഞു വിട്ടതാ. ഇത് ഇവന്റെ നാവിൽ തന്നെ നിങ്ങൾ കേൾക്കണം. അതിനുവേണ്ടി എല്ലാരെയും വിളിപ്പിച്ചത്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇവനെ മാത്രം തട്ടിയാ പോരാ, ആദ്യം തട്ടേണ്ടത് ആ ഗബ്ബാറിനെയാ. പട്ടാളം ഇവിടെ ഉള്ളപ്പോ പിന്നെ എന്തിനാ ഒരു പോലീസ് സ്റ്റേഷൻ? എന്നാലും പട്ടാള ക്യാമ്പ് തന്നെ കയറിയവന്റെ ധൈര്യം സമ്മതിക്കണം. ചന്ദനത്തിന് അത്രേ ഉള്ളൂ. എന്തൊക്കെയുണ്ട് സാറേ വിശേഷം? അല്ല, ഇതാരാ? കൂട്ടുകാരന്റെ ഭാര്യ. കൂട്ടുകാരന്റെ ഭാര്യ? ഒരു കൂട്ടുകാരന്റെ ഭാര്യക്ക് മറ്റൊരു കൂട്ടുകാരനോടൊപ്പം യാത്ര ചെയ്യുന്നില്ല. എന്താ
കുഴപ്പമുണ്ടോ? ഏയ് ഒരു കുഴപ്പമില്ല. പിന്നെ സാറിന്റെ ഒരു കൂട്ടുകാരന് വളരെ ഉപചാരപൂർവ്വം ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നു. കിട്ടിയോ? ഇനി അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് ഇവിടെ മടിക്കണ്ട കേട്ടോ. അപ്പോ വരട്ടെ കൂട്ടുകാരാ. ഓ, എന്നെ ശരിക്കും അറിയാൻ പാടില്ലാണ്ടാണ് അവന്. എന്താടി നിന്റെ മുഖത്ത് കറന്തലൂത്തി വന്നിരിക്കുന്നത്? എന്നാലും നിങ്ങൾ എന്നെ കൂട്ടുകാരന്റെ ഭാര്യയാക്കിയില്ലേ, അപ്പൊ നിങ്ങൾ വേറെയും പെണ്ണുങ്ങളോട് പോകാറുണ്ടല്ലേ? ഓ ദേ എനിക്ക് ചൊറിഞ്ഞേറ് പറഞ്ഞിട്ടുണ്ട്. എടി അതാ പട്ടാളമേതനാണ്. എന്നോടുള്ള ദേഷ്യത്തിന് നീ എന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞ് അങ്ങേര് നിന്നെ പീഡിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒന്നുമല്ല, സത്യം ചെയ്യ്, നിങ്ങൾ വേറെയും പെണ്ണുങ്ങളോടൊപ്പം കിടന്ന് ഉറങ്ങിയിട്ടില്ലേ? ഓ എടി നമ്മുടെ 2 മക്കളാണ് സത്യം. ഞാൻ നീ അല്ലാതെ വേറൊരു പെണ്ണിന്റെ ഒപ്പം കിടന്ന് ഉറങ്ങിയിട്ടില്ല. നിന്റെ അടുത്ത് വരുമ്പോ മാത്രമുള്ള ഉറക്കം, മറ്റുള്ളവർ ഉറങ്ങാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? എന്താ? ഒന്നുമില്ല എന്റെ ചെമ്പകം. എന്താ എന്താ ഉണ്ടായേ? അയ്യോ പാമ്പ എവിടെ? അകത്ത് ഉത്തരത്തില്. ഓഹോ. അയ്യോ, അകത്തേക്ക് പോണ്ട. ഏയ് കുട്ടി പേടിക്കണ്ട. വല്ല വള്ളിയോ വയറോ തൂങ്ങി കിടക്കുന്നുണ്ട് കുട്ടിക്ക് തോന്നിയതോ. അല്ല, ഞാൻ കണ്ടതാ. ഉത്തരത്തിൽ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് പത്തി വിടർത്തി നിൽക്കുക. ആഹാ. എവിടെ പാമ്പനെ കണ്ടത്? ദാ അവിടെ. കാണുന്നില്ലല്ലോ. ചിലപ്പോ മൂലോടിനുള്ളിൽ കയറി ഇരിപ്പുണ്ടാവും. മൂളിൽ കയറി നോക്കാം. എന്തിനാ സാർ ഇവര് കരഞ്ഞ? അയ്യോ, ആ കുട്ടി ഒരു പാമ്പിനെ കണ്ട് കരഞ്ഞതാ. അകത്തേക്ക് നോക്കിയപ്പോ കാണാനില്ല. ചിലപ്പോ മുകളിൽ എവിടെയെങ്കിലും കയറി ഇരിപ്പുണ്ടാവും. താൻ ഒരു കാര്യം ചെയ്യ്. പോയ റാപ്പിളിംഗ് ഡ്രോപ്പ് എടുത്തുണ്ടോ? ഓക്കെ സാർ. കുട്ടി പേടിക്കണ്ട. അങ്ങനെ ഒരു പാമ്പ് ഇതിന്റെ മുകളിലുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ പിടിച്ചിരിക്കും. ഇല്ലടോ. ഞാൻ കയറിയപ്പോരെ സാർ? വേണ്ട, ഞാൻ തന്നെ കയറിക്കോളാം. സൂക്ഷിക്കണേ. കുട്ടി ഭയപ്പെടണ്ട. ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ ഈസി അല്ലേ? അല്ല സാറ് സാറ് താഴെ ഇറക്കണോ? ഒന്നും പറ്റിയില്ലോ സാർ. ഓക്കെ ഓക്കെ റെഡി സാർ റെഡി സാർ. 1 2 പുൾ. ബാലൻസ്. റെഡി സാർ. ഹോൾഡ്. സാർ ലെഫ്റ്റ് സ്വിംഗ്. ആ ഇങ്ങേർക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഒരു ഏണി വെച്ച് കയറിയാ മതി. ഹാ മിണ്ടായിട്ടാ. Full swing. Yes, right. Ready to land? Yes, I am going to land. Landing. Right. അതവിടെ ഇരുന്നോട്ടെ സാർ. അതൊന്നും കുഴപ്പമില്ല. ആ കിട്ടി. ഇതൊക്കെ ഞങ്ങൾക്ക് ട്രെയിനിങ് സാധാരണയല്ലേ? അതെ അതെ. കാലൊന്ന് സ്ലിപ്പ് ചെയ്തു. ഓട് കുറച്ച് പഴയതാണല്ലേ? വല്ല കാര്യം ഉണ്ടായിരുന്നു? സത്യം പറ. അണ്ണൻ ആ പെണ്ണിന്റെ മുമ്പിൽ ആളാൻ വേണ്ടിട്ടല്ലേ കയറിയത്? മതി തിരുമ. വേണമെങ്കല്ലേ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്താ ഈയിടെയായിട്ടൊരു ഇളക്കം? എന്തിളക്കം? ക്യാമ്പിലെ പിള്ളേരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മോദി പോ. അപ്പൊ എന്റെ കോട്ട കോട്ടക്കോ പോടാ പോടാ. ആഹാ. നാളെ തിരുമാമട്ട് എന്നെ വിളിക്ക്, ഞാൻ ഉണ്ടാക്കി തരാം. പിന്നെ പരമശിവനല്ലേ പാമ്പിനെ പിടിക്കാൻ. എടാ
പട്ടാളം ബ്ലം, ബ്ലം, ബ്ലം. എക്കോ, എക്കോ. ഇറങ്ങി വാടാ. എന്റെ വീടിന്റെ മോന്തായം തറത്തിട്ട് ഇവിടുന്ന് സൂയിക്ക് വാടോടാ. ഇറങ്ങി വാടാ. ക്യാ? പോയി ഡ്യൂട്ടി കയറോ, ഇല്ലെങ്കിൽ സസ്പെൻഷൻ കിട്ടും. രാത്രി ഇവിടെ കിടന്ന് ബഹളം വെച്ചാണ്ടല്ലോ. ഓ, വേളം വെച്ചാ നീ എന്നെ അങ്ങ് ഓലത്തും. ആളില്ലാത്ത നേരം നോക്കി എന്റെ വീടിന്റെ മോന്തായത്തെ കയറി എന്ത് തോന്നിയാസം കാണിക്കാം. അല്ലടാ പന്നകളെ, ഇപ്പൊ കിട്ടുന്ന എനിക്ക് പൊട്ടിയ ഓടിന്റെ കാശ്. തമ്പുരാൻ എഴുന്നള്ള എന്ത് എത്ര വൈകിയത്. ഞാൻ പോയിട്ട് പിന്നെ വാടോ. കുമാരനെ കളി പിടിപ്പിക്കരുത്. എന്റെ വീടിന്റെ കാശൊന്നുമില്ല, എന്റെ ശവടിക്കൊണ്ടിരുന്നു ഇവിടുന്ന്. പിന്നെ സാർ അയാളെ ഇങ്ങോട്ട് വിട്ടേക്ക്. സാർ മുഴുവൻ പണം ഇപ്പൊ തന്നെ വേണോ അതോ ഇപ്പൊ കിട്ടണം, ഇല്ലേ കളി പിടിപ്പിക്കും കുമാരൻ. എന്താ പറഞ്ഞേക്കാം? ഇത്രയും മതിയോ അതോ ഇനിയും വേണോ? മതി. എന്നാ പോയി. ശരി സാർ. കിട്ടിയാ? കിട്ടി, പലിശ സഹിതം കിട്ടി. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടോ പട്ടാളക്കാർക്ക്? അതെന്താ, പട്ടാളക്കാരും മനുഷ്യർ തന്നെയാ. ഇന്ന് വ്രതം തുടങ്ങുക. നാട്ടിലെത്തിയാൽ ഉടനെ മല ചവിട്ടിച്ചോളാം അമ്മ നേർന്നതാ. ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഞാൻ ഉഴപ്പുകായിരുന്നു. ഇനിയിപ്പോ അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അതേതായാലും നന്നായി. അത് അമ്മയുടെ സ്വഭാവം അറിയാഞ്ഞിട്ടാ. ഇത് കഴിഞ്ഞാൽ ഉടനെ അമ്മ അടുത്ത ഡിമാൻഡുമായിട്ട് രംഗത്ത് വരും. എന്റെ കല്യാണേ മലയ്ക്ക് പോയിട്ട് വന്ന അത് നടക്കുന്ന അമ്മയുടെ വിചാരം. എന്നാ ഞാൻ ചെല്ലട്ടെ. ആയിക്കോട്ടെ. ഏത് ദുഷ്ടമാരെ ഈ ചതി ചെയ്തത്? നഞ്ചു കലക്കി മീൻ പിടിക്കാൻ വരുന്നവരെ രാത്രി കാവൽ കിടന്ന് വെട്ടി വെച്ച് കൊല്ലണം. അതാ വേണ്ടേ. എന്നാലും കൃഷ്ണപുരത്തേക്ക് പമ്പ് ചെയ്യണ കുടിവെള്ളത്തിൽ തന്നെ വേണം ഇവറ്റകൾക്ക് ഈ ക്രൂരത ചെയ്യാൻ. ഭഗവതി, നീ ഒന്നും കാണുന്നില്ലേ? ആ ഗുളികം പണിക്കർ അന്നേ പറഞ്ഞതാ ഇങ്ങനത്തെ ദുർനിമിത്തങ്ങൾ ഉണ്ടാകുന്നു. പരിഹാരം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇതുകൊണ്ടും തീരില്ല. ഇത് മീന് പിടിക്കാൻ വേണ്ടി ആരോ എന്തോ ചെയ്തു എന്നല്ല നിങ്ങൾ കരുതും പോലെ ഒന്നല്ല. കൃഷ്ണപുരത്തേക്ക് ഈ പുഴയെന്ന് വെള്ളം എടുക്കണമെന്ന് അവര് ചിന്തിച്ചാണ്ടാവില്ല. കൃഷ്ണപുരത്തെ കാര്യം മാത്രമല്ലല്ലോ, ഇവിടെ പല വീടുകളിലേക്കും ഈ പുഴയിലെ വെള്ളം തന്നെ കിട്ടുന്നത്. സാറ് വന്ന് നന്നായി. ഇത് കണ്ടില്ലേ, ആരോ വിഷം കലത്തിരിക്കാം മീൻ പിടിക്കാൻ. പൊന്നാരിമംഗലം നിവാസികൾക്കായുള്ള പട്ടാള മുന്നറിയിപ്പ്. നാളെ മുതൽ ഓരോ വീട്ടുകിണറ്റിലെയും വെള്ളം RAF ക്യാമ്പിൽ കൊണ്ടുവന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പുഴയിലെ മീൻ ചത്തു പൊങ്ങിയത് കണ്ടിട്ടാ പട്ടാളത്തിന്റെ ഈ നടപടി. ഓർക്ക് ഇത് പുതുമായിരിക്കും. നഞ്ച് കലക്കി മീൻ പിടിക്കാൻ ഇത് ആദ്യമായിട്ടൊന്നല്ലല്ലോ. വെറുതെ മനുഷ്യനെ സൂയിപ്പാക്കാനായിട്ട്. ഇത് ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാ. അതിർത്തിയിലൊക്കെ ഒരു ഗ്രാമത്തെ മുഴുവൻ ഒഴിപ്പിക്കാൻ ഭീകരർ വെള്ളത്തിൽ വിഷം കലക്കും. അന്ന് ഞങ്ങൾ ഇതുപോലൊക്കെ തന്നെ പരിശോധിച്ചിട്ടാ വിടാറ്. അതിന് ഇവിടെ എവിടെയാ ഭീകരര്? ഇനി ഉണ്ടായിക്കൊടുന്നില്ലല്ലോ. ഷോക്കില്ല. എന്താ ഇത് അമ്മൻകുട മഹോത്സവം? ഉത്സവം പൂരമൊന്നും അല്ല സാറേ, കിണറ്റിലെ വെള്ളം പരിശോധിക്കണമെന്ന് പട്ടാളത്തിന്റെ കൽപ്പനയാണേ. ഈ പട്ടാള പൈസകൾക്ക് ഇത് എന്തിന്റെ കേടാ? അത് ഏറ്റുതുള്ളാൻ കുറെ നാട്ടുകാർ കൈതകളും. സൂക്ഷിച്ചോളാൻ പറഞ്ഞതാ. ഒരു തവണ രുചി അറിഞ്ഞതാണേ. ഇതെന്തോടെ ഇവിടെ വല്ല സ്വിമ്മിംഗ് പൂളും പണിയാൻ പോകുന്നുണ്ടോ? ഇതിന് മാത്രം വെള്ളം വെള്ളം ടെസ്റ്റ് ചെയ്യിക്കാൻ കൊണ്ടുവന്ന് സാറല്ലേ അനൗൺസ് ചെയ്തു. അതൊരു ചെറിയ കുപ്പി കൊണ്ടുവന്നാ പോരെ? എന്തായാലും കൊണ്ടുവന്നില്ലേ? നാളെ കുപ്പിയിൽ കൊണ്ടുവരാൻ പറയാം. ഇങ്ങനെ പോയാൽ നമ്മൾ സർവ്വ കച്ചവടം പൂട്ടി കെട്ടേണ്ടി വരില്ല പഠിച്ചോനെ. ഇതും കഴിഞ്ഞ് ചെല്ലുമ്പോ എന്റെ സ്റ്റുഡൻസ് എല്ലാം പോകുമല്ലോ. ആവൂ ഭഗവതി, ഇന്നെങ്കിലും അവർക്ക് വണ്ടി തള്ളാതെ കഴിക്കാം. KP രാമചന്ദ്രൻ. 3, 4, 5. അതെ, നാളെ വരുമ്പോ ഈ തടിയനെയും പിള്ളേരെയും കൊണ്ടുവരണ്ട കേട്ടോ. എനിക്ക് ഈ കുട ഇത്രയും ദൂരം ചുമന്നോണ്ട് വരാൻ. അത് സാരില്ല, കുപ്പി കൊണ്ടുവന്നാ മതി. പിന്നെ പോകുമ്പോ ടെന്റിന്റെ പുറകഴി വരണേ, ഞാൻ അവിടെ കാത്തിരിക്കാം. കൊടം 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 ഇപ്പുറത്തേക്കിട്ട് കൊടം.
നമ്പർ ഇടായിരുന്നു. അതേ നമ്പർ ഇടണ്ട. കറക്റ്റ്. കുട്ടി, നോക്കിയും കണ്ടൊക്കെ നമ്പർ ഇട്ടില്ലെങ്കിലേ നമ്പർ റോങ് ആവും. ആ നായര് വൈദ്യരുടെ ചൂണ്ടയിലെ പട്ടാഭി സാറ് കുരുങ്ങിന്നാ തോന്നണേ. നിന്ന് കുറുകണണ്ടില്ലേ? ജോലിക്ക് പോകാൻ വൈകിയല്ലേ? അപ്പം വൈദ്യരുടെ മോളോട് മാത്രല്ല കുമാരൻ പറഞ്ഞു നടക്കുന്നത് വെറുതെ അല്ലട്ടോ. പട്ടാളത്തിന് പഞ്ചാരടിക്കാൻ വേണ്ടിട്ടാണ് ഈ വെള്ളം പരിശോധന. ക്ഷോട്ടെ സാർ, ഇതൊന്ന് നമ്പർ ഇട്ട് മാറ്റി വെച്ചേക്കാം സാർ. നിങ്ങൾ പൊയ്ക്കോളൂ, ഞങ്ങൾ പരിശോധിച്ചിട്ട് വരും അറിയിക്കാം. പൊക്കോളൂ പൊക്കോളൂ. പട്ടാളക്കാമിനകത്ത് കയറി തോന്നിയ ദിവസം കാണിച്ചാലുണ്ടല്ലോ. ഞങ്ങൾ ഇത് നോക്കി പിടിച്ചിരുന്ന് കുറെ നേരമായിട്ട് വെയിൽ കൊള്ളുകയാണ്. അവർക്ക് മാത്രം എന്താ അത്ര പ്രത്യേകത? ഉണ്ടോ, തന്റെയൊക്കെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുത്തിട്ട് ജവാന്റെ വിധവേ അവർക്ക് പ്രത്യേകത ഉണ്ട്. സാർ പ്ലീസ്.